ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നലെ സ്പോൺസേഡ് ടാസ്കിനിടയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഇന്നലെ രാത്രി ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഇതുവരെ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല, സോറി ഗായ്സ്. അപ്പോൾ എന്തായിരുന്നു പ്രശ്നം? കാരണം മസ്താനി ഒനിയൽ അവിടെ ജയിച്ചത് ഒനിയൽ ടീമാണ്. ജയിച്ച സമയത്ത് സ്പോൺസേഡ് ടാസ്ക് ഒരു ടൈലിൻ്റെ ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അത് ജയിച്ച സമയത്ത് ഒനിയലൊക്കെ ഭയങ്കര ആഹ്ലാദ പ്രകടനം എന്നും പറഞ്ഞിട്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ടേബിൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാനിത് കണ്ടതാണ്. അപ്പോൾ ടേബിൾ കിടന്ന സമയത്ത് ഒനിയൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നടന്നിങ്ങനെ ഇപ്പുറത്തോട്ട് നടന്നോട്ട് വെപ്രാളത്തിലാണ് ഓടുന്ന ഒരു അവസ്ഥയിൽ ഭയങ്കര ആഹ്ലാദം നടത്തുന്ന സമയത്ത് വീഴാൻ പോയിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു റിയാക്ഷൻ ഉണ്ടല്ലോ, ഒരു പെട്ടെന്ന് നമ്മൾ വീഴാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണ്. പെട്ടെന്ന് മസ്താനിയുടെ വയറിൻ്റെ ഭാഗത്താണ് പിടിയിട്ടത്. പെട്ടെന്നൊന്ന് പിടിച്ചു, അപ്പോൾ തന്നെ സോറി പറയുകയും ചെയ്തു. കാരണം ഇപ്പം നമ്മൾ വീഴാൻ പോകുന്ന സമയത്ത് നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് നോക്കത്തൊന്നുമില്ല. നമ്മളൊരു കല്ലിൽ തട്ടി വീഴാൻ പോച്ചു. നമ്മുടെ ഫ്രണ്ടിൽ ചിലപ്പോൾ ഒരു അപ്പൂപ്പനായിരിക്കും, ചിലപ്പോൾ ഒരു അമ്മയായിരിക്കും, ചിലപ്പോൾ ഒരു പുരുഷനായിരിക്കും, ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും. പെട്ടെന്ന് നമ്മൾ അവരെ പിടിച്ച് വീഴാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. അതൊരു റിയാക്ഷനാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ഒരു പർപ്പസുള്ള ഒരാളിനെ പിടിക്കാൻ എന്തിനാണ് അങ്ങനെ പിടിക്കേണ്ട ആവശ്യം എന്താണ്? പ്രത്യേകിച്ച് ഒനിയലെന്നല്ല, അങ്ങനെ അവിടെ ആരും അങ്ങനെ പർപ്പസുള്ളി ഇത്ര വലിയ ഗെയിം ഷോയിൽ അങ്ങനെ പിടിക്കുന്നതല്ല. ലക്ഷ്മി വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്. കാരണം ഒരു കാര്യം നമ്മളോട് മസ്താനിയെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മസ്താനി ഇത് അറിഞ്ഞില്ല, പുറകിൽ നിന്നാണ് പിടിച്ചത്. അപ്പം മസ്താനിക്ക് പിന്നീട് അത് തെറ്റായിട്ടോ അത് എന്തെങ്ങനെ പിടിച്ചോ അതൊരു ഇൻഅപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പിടുത്തമല്ല, അത് കറക്റ്റായിട്ടുള്ള ഒരു പിടുത്തമല്ല, അത് മോശമായിട്ടാണോ എന്നൊരു സംശയം തോന്നി, കൺഫ്യൂഷൻ തോന്നിയപ്പോഴാണ് ലക്ഷ്മിയോട് പറഞ്ഞത്. ലക്ഷ്മി അത് മെച്ചുവേർഡായിട്ട് ഹാൻഡിൽ ചെയ്യാതെ വളരെ മോശമായിട്ട് ഒനിയലിൻ്റെ അടുത്ത് മൈക്ക് ഇടുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ട് താൻ എന്താണോ കാണിച്ചോ, താൻ മോശമായിട്ടാണ് പിടിച്ചോ, താൻ അറിഞ്ഞുകൊണ്ട് പിടിച്ചാണ് എന്നൊക്കെ രീതിയിൽ വളരെ മോശമായിട്ടാണ് ലക്ഷ്മി ബിഹേവ് ചെയ്തത്. കാരണം ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു പേഴ്സണിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമേ അല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഒരു വ്യക്തികൾക്ക് അവരുടെ പുറത്തേക്ക് ഒരു ലൈഫുണ്ട്. 100 ദിവസം വരെ അവരവിടെ 100 ദിവസം കഴിഞ്ഞ് അവിടെ കിടക്കാനുള്ള 100 ദിവസം കഴിഞ്ഞ് എല്ലാവരും പുറത്ത് വന്ന് അവരവരുടെ ജീവിതമായിട്ട് പോകാനുള്ളതാണ്. നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റിന് നമ്മൾ അറിയാതെ ഒരു സംഭവം സംഭവിച്ചു അത് പറയുകയും ചെയ്തു. ഞാനിങ്ങനെ ആഹ്ലാദ പ്രകടനം നടത്തി അല്ലെങ്കിൽ ജയിച്ചു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ചാടിയ സമയത്ത് ഞാൻ മറിഞ്ഞ് വിടാൻ പോയപ്പോൾ അറിയാതെ പിടിച്ചാണ്. ഞാൻ അപ്പം തന്നെ ഞാൻ മസ്താനിയോട് സോറി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് താൻ മനഃപൂർവ്വം ചെയ്താണെന്ന് ഞങ്ങൾക്ക് എന്താ സംശയം, അതാണ് ഇതാണ്. അപ്പോൾ ഉടനെ അനിൽ പറഞ്ഞു ക്യാമറ കാണിക്കണം, ക്യാമറയിൽ ക്ലിപ്സ് ലാലേട്ടൻ വരുമ്പോൾ ക്ലിപ്പിങ്സ് കാണിക്കണമെന്ന് പറയണം, എനിക്ക് അത് കണ്ടേ പറ്റൂ. കാരണം പ്രധാനമായിട്ട് അയാൾക്കൊരു ലൈഫിൽ ഇങ്ങനെ ഒരു മര്യാദകേടായിട്ടുള്ളൊരു വർത്തമാനം പറയുന്ന ലക്ഷ്മി അത് കോണ്ടന്റ് ആക്കാൻ ശ്രമിച്ചു. പക്ഷേ മസ്താനി അത് കോണ്ടന്റ് ആക്കരുത്. മസ്താനി ഒരിക്കലും പ്രതീക്ഷിച്ച ലക്ഷ്മി അത് കോണ്ടന്റ് ആക്കുന്നില്ല. മസ്താനി അത് പറഞ്ഞു, എനിക്ക് അപ്പോഴാണെങ്കിൽ തിരിച്ച് ബെഡ്റൂമിൽ വന്നിടന്ന് എനിക്ക് പ്രശ്നം ഉണ്ടായിക്കൂടെ, എനിക്കതൊരു കോണ്ടന്റ് ആക്കിക്കൂടെ. പക്ഷേ ലക്ഷ്മി അത് കോണ്ടന്റ് ആയിട്ട് തന്നെ എടുത്തു. ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ലൈഫാണ് വെച്ചിട്ട് ഒരാൾ കോണ്ടന്റ് ആക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അനുമോളെ വെച്ചിട്ട് മറ്റുള്ളവരെല്ലാം ഇങ്ങനെ ചെയ്തിട്ടുള്ള നുണി ഉൾപ്പെടെയുള്ള ആൾക്കാരിരുന്ന് ചിരിക്കുകയും ഒക്കെ ചെയ്താണ്. ഒരു പെൺകുട്ടികളെ നമ്മളൊരു വ്യക്തിയെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുമ്പോൾ അവരുടെ ഫീലിങ്സ് എന്താണ്, അവർ പുറത്തേക്ക് അവർക്കൊരു ലൈഫ് ഉള്ളതാണെന്ന് ചിന്തിക്കണം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. അപ്പോൾ ജിസേലും ആരിനും അങ്ങനെ ചെയ്തെന്ന് നമുക്ക് പുറത്തൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അവരങ്ങനെ തന്നെയാണ്. അവർ ബെഡ്റൂമിൽ കയറി കിടന്ന് പുതപ്പിനടിയിൽ കിടന്ന് എന്തെല്ലാം കാണിക്കുന്നു, നമ്മളതെല്ലാം ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നമുക്കൊണ്ട് ഒന്നും തോന്നത്തില്ല. പക്ഷേ മറ്റുള്ള ആൾക്കാർ ഒരു കളികൾക്കിടയിലായാലും ഒക്കെ പറയുമ്പോൾ വളരെ മോശമാണ്. അതിൻ്റെ ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് 50 മീറ്റർ എപ്പോഴും ഞാൻ എപ്പോഴും 50 മീറ്റർ ദൂരെ നിൽക്കാനാണ് ശ്രമിക്കുന്നത് ഒരാളിൽ നിന്ന്. ഇത് ബിഗ് ബോസ് ഷോയാണ്, ഇതൊരു ഷോയാണ്, ഇതൊരു ഗെയിമാണ്. ഇത് തൊട്ടടുത്ത് നിൽക്കണം, കെട്ടിപ്പിടിക്കണം. നിങ്ങളൊരു സിനിമയിലൊക്കെ അഭിനയിച്ച ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിലൊക്കെ ലീഡിങ് ക്യാരക്ടറൊക്കെ അഭിനയിച്ചതല്ലേ. നമ്മൾ ഒരാളിനെ 50 മീറ്റർ നിൽക്കുന്ന അതൊക്കെ റോഡിൽ പൂവാലന്മാരുടെ നിയമം വന്നതനുസരിച്ച് പൂവാലന്മാർ 50 ഒരു 50 സെക്കൻഡ് നോക്കി അല്ലെങ്കിൽ 10 സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ സ്ത്രീകളെ അപഹേളിക്കുന്ന തുല്യമാണ്. അതൊന്നും ഒരു ഷോയിൽ വന്നാൽ നടക്കത്തില്ല. ഇതൊക്കെ അറിയാതെ ഇങ്ങോട്ട് കയറി വന്നത് 50 മീറ്റർ ദൂരെ നിന്നോട്ട് എങ്ങനെയാണ് കളിക്കുന്നത്? ഫിസിക്കൽ അസാൾട്ടൊക്കെ വരുമ്പോൾ എന്തുമായിരിക്കും? ഇതൊക്കെ വളരെ മോശമായ ചിന്താഗതിയാണ്. ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഫെമിനിസ്റ്റ് എന്നല്ല, വേറെ എന്തെങ്കിലുമൊക്കെ. പക്ഷേ ഇതൊക്കെ മാനസിക പ്രശ്നമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഈ കൊച്ചിൻ്റെ ഒരു നട്ടളവ് കിടക്കുകയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെങ്കിൽ കമൻസ് ഇടുക.